നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പുറം മുതൽ കൂരിയാട് വരെയുള്ള ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെ. അപ്പോൾ അത് ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അങ്ങനെയുള്ള റോഡിനോട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സുഖയാത്ര സമയം ലാഭം കേരളം എത്ര സുന്ദരം സുഖയാത്ര കേരളത്തിൽ വരണം. നമുക്ക് ഒന്ന് പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തന്നെ സ്ഥലങ്ങൾ തന്നെ ഉണ്ട്. അത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നിടത്ത് ഇതേപോലെ ബോർഡുകളുണ്ടാവും. അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതുപോലെ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് എൻട്രി എന്ന് പറഞ്ഞ ബോർഡ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റർ പിടിച്ച് യാത്ര ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ വണ്ടികൾ കയറി വരാനും അവർക്ക് അതുപോലെ പുറത്ത് പോകാനൊക്കെ നല്ലത് അവർക്ക് അതിൽ പോകാം. നമുക്ക് നോർമലി ഒരു സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ ചെയ്ത് പോകാം. പിന്നെ അതുപോലെ വല്ല വണ്ടികളിൽ നമുക്ക് ഓവർടേക്കണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കടന്ന് അവർ ഓവർടേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സെൻട്രൽ റൂട്ടിൽ തന്നെ വരിക. അതാണ് നമ്മളെ ഏറ്റവും നല്ല സേഫായിട്ടുള്ള ഒരു യാത്ര. കാരണം വെച്ചാൽ മറ്റേത് പറഞ്ഞാൽ അവിടെ ആംബുലൻസ് അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ കോർണർ സൈഡിൽ വരിക. പിന്നെ അതുപോലെ നമുക്ക് സർവീസ് റോഡ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 വേ ആണ്. അത് 1 വേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ മുകളിൽ പിന്നെ ആകെ പ്രശ്നങ്ങളായിരുന്നു. പലരും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ 2 വേ ആണ്. അപ്പോൾ അതുകൊണ്ട് അതും വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് വണ്ടികൾ വരും. ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ NH പോണ ആ ഒരു സർവീസ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അത്രയും സ്പീഡിൽ അവിടെ യാത്ര ചെയ്യരുത്. അത് വളരെയായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഈ വണ്ടീനെ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകാം. പിന്നെ ഓരോ വണ്ടിയുടെ സ്പീഡിൻ്റെ ഇത് നേരെ കാണിക്കണമെന്നില്ലേ, അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും നമ്മൾ എത്ര സ്പീഡിലാണ് പോയ കാര്യങ്ങൾ. അവരവിടെ അതിനനുസരിച്ച് ഫൈൻ ചെയ്യാനും ഒക്കെ അവർക്ക് അതിന് ഇതുണ്ട്. നമ്മൾ പിന്നെ ക്യാമറകളുണ്ട്. എല്ലാ കാര്യത്തിനും നമ്മൾക്ക് സെക്യൂരിറ്റിയും അതുപോലെ പല കാര്യങ്ങളുണ്ട്. നമുക്കതുപോലെ അനുസരിച്ച് നമുക്ക് ഫൈനും വരും. എന്തായാലും നമ്മൾ ഏറ്റവും നല്ലത് സെൻറ്റർ പിടിച്ച് യാത്ര ചെയ്യുക. പിന്നെ ഓവർടേക്ക് ഇപ്പോൾ ഉണ്ടല്ലേ, ഈ കാർ എന്നെ ഓവർടേക്ക് ചെയ്തത് അറ്റ്ലീസ്റ്റ് നമുക്ക് സിഗ്നൽ അന്ന് നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ അവർക്ക് ഈ ശരിക്കും ഓവർടേക്കിൻ്റെ സ്ഥലം ഇതാണ്. അവരതൊന്നുമില്ല, അപ്പുറത്ത് കൂടെ കയറും. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ കൂടുക. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല സ്മൂത്ത് റോഡായതുകൊണ്ട് പേരിൽ എല്ലാവരും നല്ല സ്പീഡിൽ തന്നെയാണ് യാത്ര ചെയ്യണം. സ്പീഡ് ലിമിറ്റ് പല രീതിയിലും നമുക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 50, 30, 50 അങ്ങനെ പല വണ്ടികൾക്കും. വലിയ വണ്ടികൾക്കൊക്കെ 40, 50 ആ റേഞ്ചിലാണ് പോകുമ്പോഴുള്ളൂ. കാറിന് 50 അങ്ങനെ ഓരോ സ്പീഡ് ലിമിറ്റ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് റേറ്റും അതുപോലെ സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലത്തും സ്പീഡ് ലിമിറ്റിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇപ്പോൾ ആദ്യം 80 ആയിരുന്നു. ഇപ്പോൾ അവർ കുറച്ചിട്ട് ഇതുണ്ട്. അത് റോഡ് വർക്ക് കഴിയാത്തതിൻ്റെ പേരിലൊന്നും അറിയില്ല. വലിയ വണ്ടികൾക്ക് 120, വലിയ വണ്ടികൾക്കല്ല, ചെറിയ വണ്ടികൾക്ക് 120, വലിയ വണ്ടികൾക്ക് 80, 60 അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പലയിടത്തും പല ബോർഡുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് നമ്മളതൊന്നും ചെയ്യരുത്. എത്ര ദൂരം ഞാൻ പോവണം, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോവുക, എന്നെ കൊണ്ടുപോകൂ, എനിക്ക് എന്നോട് തന്നെ ചേർന്ന് വരിക എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം.
കാര്യം പറയണം. എന്റെ കൂർത്തമായ പല്ലുകൾ വെളുത്തു നിൽക്കുന്നിടത്തോളം നീ സുഖമായി എന്നെ നോക്കി. എന്റെ കൈ പിടിച്ചിരിക്കുന്നു, അത് പുളളി മണ്ണാണ്. എന്നാലും ഞാൻ എന്റെ ആത്മാവ് വിറ്റു. ഞാൻ എത്ര ദൂരം പോകണം, എത്ര ദൂരം ഞാൻ പോവണം? അല്ലെങ്കിൽ എന്നെ കൊണ്ട് പോവുക, എന്നെ കൊണ്ട് പോകൂ. എനിക്ക് എന്നോട് തന്നെ ചേർന്ന് വരിക. എന്റെ സ്വന്തം, എന്റെ സ്വന്തം, എന്റെ സ്വന്തം, എന്റെ സ്വന്തം. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ, കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി. മധുരം നിറയുന്ന ഒരു യാത്ര. വിളക്കുകൾ ആരാധകർക്കായി. മധുരം നിറയുന്ന ഒരു യാത്ര. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ
മധുരം നിറയുന്ന ഒരു യാത്ര. താഴേക്കിടുന്ന താടിമുട്ടുകൾ, കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി. മധുരം നിറയുന്ന ഒരു യാത്ര. എന്നോടൊരു കാര്യം പറയണം. എന്റെ കൂർത്തമായ പല്ലുകൾ വെളുത്തു നിൽക്കുന്നിടത്തോളം നീ സുഖമായി എന്നെ നോക്കി. എന്റെ കൈ പിടിച്ചിരിക്കുന്നു, അത് പുളളി മണ്ണാണ്. എന്നാലും ഞാൻ എൻ്റെ ആത്മാവ് വിറ്റു. ഞാൻ എത്ര ദൂരം പോകണം, എത്ര ദൂരം ഞാൻ പോവണം, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോവുക, എന്നെ കൊണ്ടുപോകൂ. എനിക്ക് എന്നോട് തന്നെ ചേർന്ന് വരിക എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം. എന്നോടൊരു കാര്യം പറയണം. എന്റെ കൂർത്തമായ പല്ലുകൾ വെളുത്തു നിൽക്കുന്നിടത്തോളം നീ സുഖമായി എന്നെ നോക്കി. എന്റെ കൈ പിടിച്ചിരിക്കുന്നു, അത് പുളളി മണ്ണാണ്. എന്നാലും ഞാൻ എൻ്റെ ആത്മാവ് വിറ്റു. ഞാൻ എത്ര ദൂരം പോകണം, എത്ര ദൂരം ഞാൻ പോവണം, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോവുക, എന്നെ കൊണ്ടുപോകൂ. എനിക്ക് എന്നോട് തന്നെ ചേർന്ന് വരിക എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം.
അടുക്കം കൂട്ടും നിനക്കുമായി താഴേക്കിടുന്ന താടിമുട്ടുകൾ കുറുകിയിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കാ മധുരം നിറയുന്ന ഒരു യാത്ര താഴേക്കിടുന്ന താടിമുട്ടുകൾ കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കാ മധുരം നിറയുന്ന ഒരു യാത്ര നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി താഴേക്കിടുന്ന താടിമുട്ടുകൾ കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി മധുരം നിറയുന്ന ഒരു യാത്ര വിളക്കുകൾ ആരാധകർക്കായി മധുരം നിറയുന്ന ഒരു യാത്ര കാടിനുള്ളിലൂടെ ഒരു യാത്ര എത്ര മനോഹരം, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില കാഴ്ചകൾ. പുലിയും മുയലും മാനും മയിലും മാനയും എത്ര മനോഹരം. ഒരിക്കലെങ്കിലും ഒന്ന് പോണം മക്കൾ.
കാര്യം പറയണം. എന്റെ കൂർത്തമായ പല്ലുകൾ വെളുത്തു നിൽക്കുന്നിടത്തോളം നീ സുഖമായി എന്നെ നോക്കി. എന്റെ കൈ പിടിച്ചിരിക്കുന്നു, അത് പുളളി മണ്ണാണ്. എന്നാലും ഞാൻ എന്റെ ആത്മാവ് വിറ്റു. ഞാൻ എത്ര ദൂരം പോകണം, എത്ര ദൂരം ഞാൻ പോവണം? അല്ലെങ്കിൽ എന്നെ കൊണ്ട് പോവുക, എന്നെ കൊണ്ട് പോകൂ. എനിക്ക് എന്നോട് തന്നെ ചേർന്ന് വരിക. എന്റെ സ്വന്തം, എന്റെ സ്വന്തം, എന്റെ സ്വന്തം, എന്റെ സ്വന്തം. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം. എന്തു മനോഹരമായ റോഡ്. വബുടുലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. വബുടുലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവം. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം. എന്തു മനോഹരമായ റോഡ്. വബുടുലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. വബുടുലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. കാടിനുള്ളിലൂടെ ഒരു യാത്ര എത്ര മനോഹരം. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില കാഴ്ചകൾ. പുലിയും മുയലും മാനും മയിലും ആനയും എത്ര മനോഹരം. ഒരിക്കലെങ്കിലും ഒന്ന് പോണം മക്കളെ, ഈ കാഴ്ച കാണണമെങ്കിൽ നമ്മുടെ കേരളം. എത്ര കണ്ടാലും മതി വരില്ലേ കാട്ടിലൂടെ ഒരു യാത്ര.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് മുതൽ നമ്മൾ കോഴിക്കോട് വരെയുള്ള വീഡിയോ നമ്മൾ അടുത്ത ഇതിൽ ഇറക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതേപോലെ വിശദമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.